എമ്പുരാനേ. അടിപൊളി സൂപ്പർ വലിയ ഇതുവരെ കാണാത്തൊരു മലയാള സിനിമ. അടിപൊളി മേക്കിംഗ് ആയിരുന്നു. അത് ഫസ്റ്റ് ഹാഫ് മൊത്തം ഇംഗ്ലീഷ് പടം പോലത്തെ ഇരുന്നു. ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ പിടിച്ചിരുന്നത്? രണ്ടും അങ്ങ് പിടിച്ചിരുത്തും നമ്മളങ്ങ് ഇരുത്തിക്കളഞ്ഞു. പൃഥ്വിരാജ് ലാലേട്ടറും പൃഥ്വിരാജും കൂടി അങ്ങ് വന്നിട്ടുണ്ടല്ലോ, വേറെ ലെവലായിട്ട് കാണാത്തൊരു മേക്കിംഗ് ആണ്. ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800 ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്നത് പൃഥ്വിരാജാണെങ്കിൽ ഏവനാണെങ്കിൽ അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. എമ്പുരാൻ സിനിമയുടെ ആദ്യ ഷോ കാണാൻ ഭാഗ്യം സിദ്ധിച്ച കുറച്ചു പേരുടെ റിവ്യൂ ആണ് ഇപ്പൊ നമ്മൾ കേട്ടത്. തലകുത്തി നിന്ന് ശ്രമിച്ചിട്ട് ഒരു ടിക്കറ്റ് കിട്ടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ചയോളം ടിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് അറിവ്. അതുകൊണ്ട് സിനിമ കണ്ടിട്ട് റിവ്യൂ പറയാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ കണ്ടവർ പറയുന്നത് കേൾക്കാലോ നമുക്ക്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുറച്ചു പേരുടെ അഭിപ്രായങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്താണോ നമ്മൾ ആരാധകർ പ്രതീക്ഷിച്ചത് അതിന്റെ നമുക്കൊരു ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഇതിൽ തന്നെയാണ് ആള് നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടു അടിപൊളി പടം. നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. 5 ഡയലോഗ് ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം അവനാണ്. ഈ പറഞ്ഞത് കാര്യകണ്ട അതെന്തോ ഈ പൃഥ്വിരാജനോട് ദേഷ്യമുള്ള ഒരു പ്രേക്ഷകനാണെന്ന് കരുതിയാൽ മതി. സൂപ്പറോടാ, ചുമ്മാ ഓരോ നെഗറ്റീവ്സ് പറയുന്നത് സൂപ്പറോടാ കാണാൻ ഉണ്ട്. അഭിപ്രായങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചിലാവണേലും സൂപ്പറോടാ. മോഹൻലാലിന്റെ പ്രസൻസ്, പൃഥ്വിരാജ്, മഞ്ജു വാര്യരുടെ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് രോമാഞ്ചടിക്കും. മഞ്ജു വാര്യർ എന്തായാലും ഈ പ്രേക്ഷകന് രോമാഞ്ചം ഉണ്ടാക്കി എന്നറിയുന്നത് നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ ടിനു ബാബച്ചൻ പറയുന്ന പോലെ ഇതിനെക്കാളും നല്ലത് മലക്കോട്ടെ വാലിബനിലെ ഇൻട്രോ അല്ലായിരുന്നു. നല്ല അത് ഇതിനെക്കാളും എന്ത് നല്ലൊരു പടമായിരുന്നു. തിയേറ്റർ കുലിംഗ് ആയിരുന്നു മോഹൻലാൽ എൻട്രിയിൽ. എന്തായാലും സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോടിക്കണക്കിന് രൂപ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ പെട്ടിയിലാക്കി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത് വിജയിച്ചാലും ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരുമെന്ന് നമുക്കറിയില്ല. 400 കോടി ചെലവുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത്രമാത്രം കിട്ടുമോ എന്നുള്ളത് ഈ പ്രേക്ഷകർ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധ്യമല്ല. ഒരു 2-3 ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഭാവി വളരെ വ്യക്തമായിട്ടും അറിയാൻ കഴിയും. പക്ഷെ ലൂസിഫർ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ലൂസിഫർ വേറൊരു ലെവല്, ഇത് വേറൊരു ലെവല്. പറയാനെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. കാരണം സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു കുറച്ച് മൊമെന്റ് അല്ലാതെ അങ്ങനെ ഓർത്തിരിക്കാൻ ലൂസിഫർ നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപാട് സാധനമുണ്ട്. അങ്ങനെ ഓർത്തിരിക്കാൻ പുള്ളിക്കാരന് ഈ പടം അത്ര പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. മലയാളി എന്തായാലും കുറേ ദിവസമായിട്ട് സംസാരിക്കുന്ന ഈ ഒരു പടത്തെ പറ്റിയാണ്, എമ്പുരാനെ പറ്റിയാണ്, മലയാളത്തിൽ തമ്പുരാനെ പറ്റിയാണ്. എന്തായാലും പടം വന്നു, ഇന്ന് 27 റിലീസ് ചെയ്ത് കഴിഞ്ഞു. ആൾക്കാരുടെ അഭിപ്രായങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. എനിക്ക് ടിക്കറ്റ് 1-2 ദിവസം കിട്ടുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്നാണ് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇനി നമുക്ക് മലയാളത്തിന്റെ ഫിലിം റിവ്യൂവിന്റെ തമ്പുരാൻ പറയുന്നു ഒന്ന് കേട്ടു നോക്കാം. പിന്നെ എല്ലിൽ നിന്ന് മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന സാധനമുണ്ട്. ഫാൻസിന് ഗൂസ്ബം ഗ്യാരണ്ടീഡ്. അതുപോലത്തെ പ്രസന്റേഷൻ ആണ്. പിന്നെ നല്ല കിടിലൻ ടൈറ്റിൽ സോങ്, അങ്ങനെ ഇതൊക്കെ എഴുതി കാണിച്ച് ആദ്യത്തെ അരമണിക്കൂർ ഒരു നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സീനാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അന്യായ മേക്കിംഗ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കരുതി ഒരു രാജമൗലി പടമാണ് കാണുന്നത്. അതുപോലത്തെ ഒരു, അതായത് ഒരേ സമയം ടെക്നിക്കലി ഹൈ, ഇമോഷണലി കണക്ട്. ഇതിനകത്ത് ഇത്ര ലോകത്തുള്ള സകല ആളുകളെ പിടിച്ച് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിലെ ആൾക്കാർ വരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഈ റാവുത്തർ ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജ് സുകുമാരന്. എന്തൊരു കോമഡി ആയിരുന്നു അറിയാം. തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുക അദ്ദേഹത്തെ കാണുമ്പോൾ. അല്ല, ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കോമഡി കഥാപാത്രമാണെങ്കിൽ ശരി. ലൂസിഫറിൽ കുഴപ്പമില്ല, ഇങ്ങനെ കൈപൊന്തിച്ച് കാണിക്കുന്നത് കുഴപ്പമില്ല. കൈപൊന്തിച്ച് കാണിച്ച് റഫ്താര സോങ്ങിന്റെ ഇടയ്ക്ക് പോയി, കൺസിസ്റ്റൻസി പോയി. അതിങ്ങനെയാണ്. ഇതാണ് ഖുറേഷി. ഏതോ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ചാട്ടുടി വില്ലനായിട്ട് അടിപിടി കൂടുന്ന ഒരാളാണോ ഖുറേഷി? ഒരാളാണോ സയ്യിദ് മസൂദ്? ക്യാരക്ടർ കൺസിസ്റ്റൻസി ഇങ്ങനെ നശിപ്പിക്കാവോ? വെരി ഡിസപ്പോയിന്റിങ്. ഞാൻ പറഞ്ഞു, ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൊടുക്കേണ്ട മര്യാദ ഈ സിനിമ കൊടുത്തിട്ടില്ല. മനഃപൂർവ്വമായിരിക്കില്ല, പക്ഷെ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതല്ലല്ലോ എൻഡ് ഓഫ് ദി ഡേ സിനിമ കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ, നല്ല മൊമെന്റ്സ് വേണ്ടേ, മനസ്സ് നിറയണ്ടേ, കണ്ണ് നിറയണ്ടേ. കണ്ണ് നിറയാൻ പറഞ്ഞാൽ മറ്റേ സീരിയൽ കണ്ടിട്ട് നിറയും പോലെയല്ല. ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് ഈ 2 തമ്പുരാക്കന്മാരും ഇനി തീരുമാനിക്കട്ടെ എമ്പുരാന്റെ ഭാവി എന്താണെന്ന്. വരും ദിവസങ്ങളിൽ നമുക്കറിയാലോ. പ്രതീക്ഷ പക്ഷേ ഒരു എക്സ്പെക്ടഡ് നമ്മളൊക്കെ വിചാരിച്ചൊരു ഗെയിമേ ഉണ്ടല്ലേ, അതൊന്നും ഇല്ലായിരുന്നു.